ഇത്രയും ദൂതന്മാരുണ്ടെങ്കിലും മെസ്സഞ്ചേഴ്സായി നിങ്ങളുടെ അടുക്കൽ ദൂത് പറയുവാൻ, കർത്താവിൻ്റെ ആലോചന പറയുവാൻ ദൈവിക സന്ദേശവുമായി ദൂതന്മാർ ഇറങ്ങി വരും. അതുപോലെ വളരെ പ്രധാനമായി അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടിരിക്കുന്ന, നമ്മൾ അറിഞ്ഞോന്ന് അറിയത്തില്ല, നിങ്ങൾ അറിഞ്ഞോന്ന് അറിയത്തില്ല, ഞാൻ അറിഞ്ഞോന്ന് അറിയത്തില്ല, പക്ഷേ അനുദിന ജീവിതത്തിൽ നമ്മൾ ഡെയിലി അനുഭവിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്തോത്രം, ഗാർഡിയൻ ഏഞ്ചൽസ്, അതായത് ദൂതന്മാരുടെ സംരക്ഷണ. ദൈവം നമ്മെ ഗാർഡ് ചെയ്യുന്നു. കോവിഡ് കേസസ് വർദ്ധിക്കുന്ന ഒന്നാണ് നമ്മുടെ മന്ത്രി പറഞ്ഞത്, സ്തോത്രം. പക്ഷേ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ജാതിയിൽ ചെറിയവനായിരിക്കാം, കുടുംബത്തിൽ ചെറിയവനായിരിക്കാം, ജോലിയിൽ ചെറിയവനായിരിക്കാം, ശരീര സൗന്ദര്യത്തിൽ ചെറിയവനായിരിക്കാം. അവൻ ആര് എന്ന് തിരുവനന്തപുരം മലയാളത്തിൽ ചോദിക്കല്ലേ. കാരണം അവൻ ആരെന്ന് പറഞ്ഞ് അവനെ നിസാര എന്ന് പറയുമ്പോൾ അവനേക്കാളും കൂടുതൽ കൊള്ളുന്നത് അടുത്ത് നിൽക്കുന്ന അവൻ്റെ ദൂതനാണ്. അവൻ്റെ ദൂതൻ ചെന്ന് മോളിൽ ചെന്ന് പറയും, കർത്താവേ നീ കേട്ടോ, നിൻ്റെ മോനെ അല്ലെങ്കിൽ നിൻ്റെ മോളെ ഇങ്ങനെ തേച്ച് സംസാരിച്ചു. മറ്റുള്ളവരെ തേക്കുമ്പോൾ തിരുവനന്തപുരംകാർ മോശമെന്ന് പറയുമ്പോൾ മേലേക്ക് ദൂതം പറക്കുക. അവന് വേണ്ടി നഖത്തിലെ രക്തവും നിനക്ക് വേണ്ടി ചങ്കിലെ രക്തവും അല്ല കർത്താവ് കൊടുത്തത്. കർത്താവ് ഒരേ രക്തം കൊടുത്താണ് എല്ലാവരെയും വീണ്ടെടുത്തത്. അതുകൊണ്ട് എത്ര ഉന്നതരാണെങ്കിലും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിയിലെ പിന്നെ എന്തോ ആത്മീയ, അതൊരു നാടകമല്ലയോ?